വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ വേർഷനും ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാടിയതിന് ആശങ്ക അറിയിക്കുകയാണ് ശ്രീ പി എ മുഹമ്മദ് റിയാസ്. ഇത് കുറച്ച് മാസം മുമ്പേ കേന്ദ്ര ഗവൺമെൻറ് നിയമമാക്കി നമ്മുടെ ദേശീയ ഗീതം അതിന് ദേശീയ ഗാനത്തോടൊപ്പം പദവി നൽകി ആദരിക്കുകയുണ്ടായി. മാത്രമല്ല ഗവർണർമാരെ പോലുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അത് ആദ്യം പാടണം എന്ന് നിർദ്ദേശിക്കുകയുമുണ്ടായി. അപ്പോൾ അത് ഒരു നിയമമായി തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. പിന്നെ 1937 ഇതിലെ 6 സ്റ്റാൻസകളിൽ ആദ്യത്തെ 2 മാത്രം എടുക്കുകയും ബാക്കി 4 വേണ്ടെന്ന് വയ്ക്കുകയും കോൺഗ്രസ് ചെയ്തത്. പക്ഷേ അത് വേണ്ടെന്ന് വയ്ക്കാൻ കാരണക്കാരായവർ 1947 ഒരു പുതിയ രാജ്യം ഉണ്ടാക്കി അവിടേക്ക് പോവുകയാണുണ്ടായത്. അതായത് 1947 ശേഷം അതിൻ്റെ മുഴുവൻ വേർഷനും പാടാൻ താല്പര്യമുള്ളവരെ ഇന്ത്യയിൽ തുടർന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ കൂടുതൽ ആശങ്കയൊന്നും വേണ്ട. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു തീരുമാനമാണ്. അത് നിയമമായി മാറിക്കഴിഞ്ഞു. അതിൽ കൂടുതൽ ആശങ്കയുണ്ടെങ്കിൽ അതിന് എടുക്കേണ്ടത് ആ 47 മുമ്പ് ഉള്ളവർ എടുത്ത നടപടികളാണ്. അതാണ് ഇതിൽ ആശങ്കയുള്ളവർ ചെയ്യേണ്ടത്. അതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം ആശങ്കകൾ 1947 ആഗസ്റ്റ് 15 മുമ്പായിട്ടുണ്ടായിരുന്നവർ ചിലരുണ്ടായിരുന്നു. അവരെല്ലാം ഒരു പുതിയ രാജ്യം ഉണ്ടാക്കി അവിടേക്ക് പോയി കഴിഞ്ഞു. അവിടെ ഇത് പാടുന്നുണ്ടാകില്ല. അവർക്ക് ഇതിനോട് അതൃപ്തി ഉണ്ടാക്കാം. പക്ഷേ അതിനോട് പൂർണ്ണ തൃപ്തിയുള്ളവരാണ് 1947 ആഗസ്റ്റ് 15 ശേഷം ഇന്ത്യയിൽ തുടരുന്നത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാപരമായി തന്നെ നിയമമുണ്ടാക്കി ഇതിന് സംരക്ഷണം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ശ്രീ റിയാസിന് ഇതിൽ ആശങ്കയുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ.